പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 38-ാം വാക്യം. വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. ഹല്ലേലൂയ. കർത്താവിനെ ഉയർത്താൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഈ തലമുറയിൽ നാം നാണിക്കരുത്. വ്യഭിചാരവും പാപവും നിറഞ്ഞ ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. നമ്മെ കളിയാക്കുന്ന, നമ്മെ കുറ്റം വിധിക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ചുറ്റും കാണും. നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകർ ഒരുപക്ഷെ നമ്മെ നോക്കി, നമ്മുടെ ജീവിതശൈലിയെ നോക്കി പരിഹസിക്കുന്നവർ കാണും. ലോകത്തിൻ്റെ ഒഴുക്കിനൊത്ത് ഒഴുകുവാൻ നല്ല എളുപ്പമാണ്, എന്നാൽ അതിനെതിരെ നിൽക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാപവും വ്യഭിചാരവും ഉള്ള ഒരു തലമുറയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ നാം ഒരു ദൈവ പൈതലായി വെളിപ്പെടുത്തുവാൻ, ഒരു ദൈവ പൈതലിന് യോഗ്യമായ രീതിയിൽ ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ ഹല്ലേലൂയ മക്കളെ, നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ വിളിക്ക് ഒത്തവണ്ണം നാം ജീവിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അപ്പസ്തോലനായ പൗലോസ് ഹല്ലേലൂയ തൻ്റെ ലേഖനത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്, വിശുദ്ധിയോട് വേർപാടോടെ നാം ജീവിക്കണം. നാം ആയിരിക്കുന്ന ഈ ഭൂമിയിൽ മറ്റു മനുഷ്യർക്ക് ഹല്ലേലൂയ അനുരൂപരാകാതെ, ലോകത്തിന് അനുരൂപരാകാതെ, മറ്റു മനുഷ്യരെ നോക്കി ജീവിക്കാതെ ദൈവത്തെ നോക്കി ജീവിക്കണം. റോമാലേഖനം ഹല്ലേലൂയ 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നാം ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദവുമുള്ള ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുത്തി നാം ദൈവത്തിന് ഹല്ലേലൂയ കൊള്ളാവുന്നവരായി നമ്മെ തന്നെ ഏൽപ്പിക്കണം. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് അനുരൂപമായി ജീവിപ്പാൻ നാം പാകപ്പെടുത്തണം. ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതി അതാ. കാരണം നാം ആരാധിക്കുന്ന ദൈവം വിശുദ്ധനായ ദൈവമത്രേ. അവൻ വിശുദ്ധനാകൊണ്ട് നാമും വിശുദ്ധിയോടുകൂടെ ജീവിക്കണം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നമ്മുടെ അജ്ഞാനകാലത്ത് നാം ജാതികളെ അനുസരിച്ച് ജാതികളുടെ മോഹങ്ങൾക്കൊത്തവണ്ണം ജീവിച്ചു കാണും. എന്നാൽ ഈ അന്ത്യകാലത്ത് നമ്മെ വിളിച്ചവൻ്റെ വിളിക്ക് ഒത്തവണ്ണം ഹല്ലേലൂയ വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കർത്താവ് വിശുദ്ധനാ. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാ. നാം ശുദ്ധിയുള്ളവരായി ജീവിക്കുക എന്നതാ കർത്താവിൻ്റെ ഇഷ്ടം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ സദൃശ്യവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നു, വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു, ഞാനിപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. നോക്ക്, വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ വിശുദ്ധിയുള്ള ഒരു ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണ പ്രസാദവും ഉള്ളവരായി, ദൈവത്തിന് കൊള്ളാവുന്നവരായി, ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനമുള്ളവരായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറ തെറ്റിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഇവിടെ യേശു കർത്താവ് അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വ്യഭിചാരവും പാപവും നിറഞ്ഞ ഒരു തലമുറയുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങളുടെയും ഒത്തിരി പ്രലോഭനങ്ങളുടെയും നടുവിലായിരിക്കാം. ഒരുപക്ഷെ ലോത്തിനെ പോലെ സോദോമിൻ്റെ അനുഭവമായിരിക്കാം. പ്രിയരെ, അതിനകത്തുനിന്ന് മാറി കർത്താവിന് കൊള്ളാവുന്നവരായി തീരുവാൻ, കർത്താവിൻ്റെ ഹല്ലേലൂയ സന്നിധിയിൽ വിശുദ്ധിയോട് നിൽക്കുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പലപ്പോഴും ലോകത്തിൻ്റെ പോക്കിന് അനുസരിച്ച് പോകുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ നമുക്ക് സാധിക്കുമോ? ശുദ്ധീകരണം കൂടാതെ ആർക്കും
ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെയും ദൈവത്തെ കാണണോ? നമുക്ക് ശുദ്ധീകരണം വേണം. നമുക്ക് ഒരുമിച്ച് നമ്മെ തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ തലമുറയിലും ദൈവത്തിന് പ്രസാദമുള്ളവരായി, ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. അതിനുവേണ്ടി കർത്താവിൻ്റെ വചനം നമുക്ക് വായിക്കാം, കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയാം, അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാം. രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആത്മാവിനാൽ നിറയുമ്പോൾ ഹല്ലേലൂയ, നമ്മെ കർത്താവ് വഴി നടത്തും. കർത്താവ് നമുക്ക് പോകേണ്ടുന്ന പാത കാണിച്ചു തരും. ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ ദൈവമുമ്പാകെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറയാം, ദൈവമേ, എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് കൊണ്ടോ ഒന്നും ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. അപ്പാ എനിക്ക് അങ്ങയുടെ കരം വേണം, അങ്ങയുടെ താങ്ങൽ വേണം, അങ്ങനെ കരം പിടിച്ച് നടത്തണം. വക്രതയും വ്യഭിചാരവും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ പ്രകാശത്തിൻ്റെ ജ്യോതിസിനെ പോലെ ശോഭിപ്പാൻ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ കർത്താവ് നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്, നമ്മെ പരിപാലിക്കാൻ മതിയായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുമോ? അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.